പ്രിയങ്കരായ തങ്ങളവർകളെ ഇപ്പോൾ പ്രസംഗിച്ച് പോകുന്ന ശ്രീ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒക്കെ നേതാക്കളുണ്ട്. ധാരാളം പ്രസംഗങ്ങൾ കഴിഞ്ഞു. അവസാനം സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിറങ്ങി അവസാനത്തെ ദിവസം അവസാനത്തെ യോഗത്തിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചിരിക്കും. ഹജ്ജിന് പോയ തങ്ങള് ഒന്നാമത്തെ കൺവെൻഷനിൽ എങ്ങനെ പ്രസംഗിക്കാനാണ്? ഹജ്ജ് കഴിഞ്ഞ് വന്നാലല്ലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അതൊരു കോൺട്രോവേഴ്സി ആക്കി അവിടെ നിന്ന ഒരാൾ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ചോദിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് ഹജ്ജിന് പോയാൽ പോരെ എന്നുള്ളത്. വല്ലാത്തൊരു വിവരം തന്നെയാണ്. അതായത് ഹജ്ജ് ഇത് കഴിഞ്ഞിട്ട് പോരെ. ഏതായാലും ഹജ്ജ് കഴിഞ്ഞ് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസം നിങ്ങൾക്ക് സംശയം വേണ്ട, തങ്ങൾ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തിന് ജനങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടല്ല, ലീഗർക്കും സംശയം ഉണ്ടായിട്ടല്ല, അവർക്കിപ്പോ വലിയ സംശയമാണ്. കാരണം എന്താ, അവരെ കൂട്ടത്തിൽ ഒരാള് ആ കൂടാരത്തിന് പുറത്ത് ചാടി പറഞ്ഞതിന് മറുപടി പറയാൻ വയ്യാതെ കുടുങ്ങിക്കിടക്കുക. ആ വ്യത്യാസം ഈ മണ്ഡലത്തിൽ കാണാനുണ്ട്. ഞാനിന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ പര്യടന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു. അവിടെയുള്ളൊരു ഉത്സാഹം എന്താ? അത് കഴിഞ്ഞ് വേറൊരുപാട് പരിപാടി പോയി. അവിടെ ഒക്കെ അങ്ങനെ തന്നെ. ഇവിടെ വന്നു നോക്കുമ്പോ ഇതേ കിടക്കുന്ന അവസാനത്തെ യോഗം ഒരു ജനസാഗരം, ഒരു തെരഞ്ഞെടുപ്പില് ഇങ്ങനെ ഉത്സാഹം. ഞാൻ ഇവിടേക്ക് വന്ന് ഇടക്കറുന്നാണ്. അവിടുത്തെ സാഗരം തീർത്തത് യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. എല്ലാ കുടുംബങ്ങളും അങ്ങനെ തന്നെ. എന്നാ പോണ വൈദ്യമേൽ LDFിന്റെ യോഗം കാണുമല്ലോ. കാണുമ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ എന്തിന്റെയോ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ശങ്ക വേണ്ട. ഇന്ന് നിലമ്പൂർ അങ്ങാടിയിൽ ഞങ്ങൾ ഇത് വരുമ്പോ ദിവസം പത്രക്കാരെ കാണും. മീഡിയ നിങ്ങൾക്ക് ശങ്ക വേണ്ട, എഴുതിക്കോളി. കൈ പറക്കൂലെങ്കിൽ എല്ലാവരും എഴുതിക്കോളി. ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷം തെരഞ്ഞെടുക്കും. ഇപ്പൊ അവർക്കും അത് മനസ്സിലായിട്ടുണ്ട്, രംഗം മാറി എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഈ മാറ്റത്തിന് കാരണം? ഒരു ദിവസത്തേക്കുള്ള ഒരു മാറ്റമല്ല, ഒരു കൊല്ലത്തേക്കുള്ള ഒരു MLA തെരഞ്ഞെടുക്കാനുള്ള ഒരു മാറ്റമല്ല. അതൊക്കെ ആളുകൾക്കറിയാം. ഈ മാറ്റം ശാശ്വതമായിട്ടുള്ളതാണ്. ഈ മാറ്റം ഇവിടെ പണ്ട് വരണുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ അതുണ്ടായിരുന്നു, മാനിസാറും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ, ഹൈദരലി തങ്ങള്, അതുപോലെ തന്നെ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ പാർട്ടി നേതാക്കന്മാരൊക്കെ നേതൃത്വം കൊടുത്ത ആ കാലത്ത് ഇവിടെ ഒരു ഭരണമുണ്ടായിരുന്നു. ആ കാലത്തൊന്നും കാണാത്ത പലതുമാണ് ഇപ്പൊ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ആളുകളെ പച്ചക്ക് അങ്ങാടിയിൽ നിന്ന് ആന ചവിട്ടിക്കൊല്ലോ, പുലി പിടിച്ചു തിന്നോ? മലയോര മേഖലയിൽ ഇത്തരം വലിയ ഇത് ഞങ്ങളാണോ പറയുന്നത്? ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA രാജിവെച്ചുണ്ടായ തെരഞ്ഞെടുപ്പാണ്. എന്താ രാജിവെക്കാൻ കാരണം? ആ കൂടാരത്തിനുള്ളിൽ നിൽക്കാൻ കഴിയൂല, ചൂടും പുകയും എടുത്തിട്ട് ഞാൻ ചാടുകയാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടിയതല്ലേ? അങ്ങനല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? പിന്നെയും അതേ മുന്നണിന്റെ ആളെ MLA ആയി തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിന് മുതിരൂല. അതുതന്നെയാണ് നിലമ്പൂരിൽ ഇന്ന് കാണുന്ന മാറ്റം. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അതുണ്ടാക്കുന്ന വേവ്
ആ വേവിൽ അടുത്ത തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്തും അസംബ്ലിയും ഒക്കെ ജയിച്ചു പോവാം. നാട്ടിലൊരു മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന് വേണ്ടിയാണ് ആളുകൾക്ക് ഇത്ര ഉത്സാഹമാണ്. ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്തൊരു ഉത്സാഹമാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇതുപോലൊരു ഉത്സാഹം മുമ്പ് കണ്ടിട്ടില്ല. ആളുകൾ മഴ. നേരത്തെ ഇതിനു മുമ്പ് തങ്ങൾ വന്ന ഒരു കുടുംബയോഗം, പുറത്തേക്ക് നോക്കുമ്പോൾ കോരിച്ചു വരുന്ന മഴ. ആ ജാതി മഴത്തൊക്കെ ഈ മാതിരി ഒരു കുടുംബയോഗം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ആളുകളുടെ ഉള്ളിലുള്ളത് തന്നെയാണത്. ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ പ്രാസംഗികർ ധാരാളമുണ്ട്. നല്ല നല്ല പ്രാസംഗികരാണ് ഇരിക്കുന്നതൊക്കെ. ആരും മോശക്കാരല്ല. അതുകൊണ്ട് ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല. കെ എൻ ഷാജിയാണ് വേണ്ടത്. അതുപോലെ തന്നെ പിന്നാരുള്ളത് ഒക്കെ ഉണ്ട്. ഞാൻ നോക്കി പറയുന്നില്ല. എല്ലാ മസാലയും സംഗതികളും ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പോയാലും ഒരു കുഴപ്പം വരില്ല. അതുകൊണ്ട് ഈ യോഗത്തിൽ എനിക്ക് പറയാനുള്ളത്, ബലറാമുണ്ട്, അതുപോലുള്ള എല്ലാവരും ഉണ്ട്. ആളെ പെരുപ്പം കൊണ്ട് പേര് പറയാൻ പറ്റുന്നില്ല. PK ബഷീറുണ്ട്. എല്ലാവർക്കും 1000 നാവാണ്. കാരണം എന്താ വെച്ചാ, ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞ. അവിടെ പ്രസംഗത്തിനും ദാരിദ്ര്യാണ്. പറയാനൊന്നുമില്ല. ആർക്കാ പറയുവരുവേണ്ടി? ഞങ്ങൾക്ക് പറയണോ അതോ ഓല കൂടെ ഉണ്ടായിരുന്ന MLA രാജിവെച്ച് അദ്ദേഹത്തിന് പറയണോ? ഇടഞ്ഞാറിലല്ലേ? നമുക്കൊക്കെ എൻഡോസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്കെതിരെ, അവർ പറഞ്ഞ തന്നെ അവർക്കെതിരെ. പക്ഷെ ഒരറപ്പ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ബഹുമാനപ്പെട്ട തങ്ങള് അതിവിടെ പറഞ്ഞു. ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത്, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത്, മാണിസാവൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ മാതിരി ഒരു ഭരണം തിരിച്ചു വന്ന് കൊള്ളാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലയോര മേഖലയിലെ ഈ വന്യമൃഗശല്യത്തിന് വ്യക്തമായ പരിപാടി അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ഒഴിഞ്ഞ കേസിയായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. മാണിസാറിന് അറിയാമായിരുന്നു ധനകാര്യമന്ത്രിയായപ്പോൾ എങ്ങനെ ഫണ്ടുണ്ടാക്കണം എന്നുള്ളത്. ആ വിദ്യ ഞങ്ങളെടുത്തുണ്ട്, ആ സൂത്രം ഞങ്ങളെടുത്തുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തരൂല. ഞങ്ങൾ വന്നാൽ ഞങ്ങളത് കാണിച്ചു. എന്നിട്ട് ഈ ആശാ വർക്കർമാരെ കെട്ട് നടത്തണ ഈ പരിപാടി ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടിയാണ് ഈ നടത്തുക. നിങ്ങളൊന്ന് പറയും. ആശാ വർക്കർമാരെ പോയിട്ട് പെറ്റീഷൻ വാങ്ങി, ആ പെറ്റീഷന്റെ അടുത്ത് അപ്പൊ തന്നെ ഓർഡർ ഇട്ട് കൊടുത്ത് പെരയിലെത്രയുടെ അടുത്ത് പൈസ വാങ്ങിയിരുന്ന കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മറക്കണ്ട. പണം ഉണ്ടാക്കാൻ അതിന് അറിയണം, അത് ചെലവാക്കാനും അറിയണം. പണം ഉണ്ടാക്കാനും അറിയണം, ചെലവാക്കാനും അറിയണം. ഭരിക്കാൻ കഴിയൂലെങ്കിൽ പിന്നെ നിന്ന് തിരിയാതെ തലം കാടിയാക്കുക എന്നല്ലാതെ വെറുതെ മനുഷ്യനടങ്ങാറാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് മനുഷ്യനടങ്ങാറാക്കലാണ്. അതുകൊണ്ട് വല്ലാതൊന്നും വേണ്ടി വരൂല. നിലമ്പൂരങ്ങള് നല്ല തകർപ്പൻ, തങ്ങൾ പറഞ്ഞതുപോലെ തകർപ്പൻ ഒരു ജയം കൊടുത്തോളി. ബാക്കി ഞങ്ങൾ ഏറ്റവും യാതൊരു സംശയം വേണ്ട. ആര്യായ വിഷമത്തിന് വമ്പിച്ച ഭൂരിപക്ഷം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിയോട് ഞാനും അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.